ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതേ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യാം, മിസ് പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എക്സാമിന് വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി മുക്കാലും ടെൻഷൻ നമുക്ക് പോകുന്നുണ്ടായിരിക്കും. എല്ലാ മക്കളും എന്ത് ചെയ്യുക, മാക്സിമം മിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊപ്പം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ ട്രൈ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വീണ്ടും സൊല്യൂഷൻ കണ്ടിട്ട് നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, യെസ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഓഫ് എ 0.1 മൈക്രോഫാരഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആൻഡ് ഗിവൺ ദാറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് 0.1 millimeter. ഓക്കെ, അപ്പൊ ഇത് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് A epsilon 0 divided by D എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A അല്ലേടാ, A ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കപ്പാസിറ്റൻസ് ഇൻറ്റു ഡി ഹോൾ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ചെയ്താൽ മതി. ഇതിൽ എപ്സിലോൺ 0ന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 8.85 ഇൻറ്റു 10⁻⁻12 ആയിരിക്കും വരിക. ആൻഡ് ഹിയർ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, യെസ്, കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. കപ്പാസിറ്റൻസ് ഈസ് 0.1 മൈക്രോഫാരഡ് ആണ്. അതായത് 0.1 ഇൻറ്റു 10⁻⁻6 ഫാരഡ് വരും. ആൻഡ് ഡിസ്റ്റൻസ് ഓൾസോ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാടാ, 0.1 millimeter ആയിരിക്കും. അതിന് ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഇൻറ്റു 10⁻³ മീറ്റർ ആണ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോന്നായിട്ട് വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ പെട്ടെന്ന് ഓരോ വാല്യൂസ് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസ് നോക്കി നോക്കൂ. യെസ്, എ എസ് എത്രയാണ് വരുന്നത്, യെസ്, സി എന്ന് പറയുന്നത് ഇട്ട് 0.1 ഇൻറ്റു 10⁻⁻6 ആണ്. ഡി എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 10⁻³ ആണ്. ആൻഡ് എപ്സിലോൺ 0 എന്ന് പറയുന്നത് എത്രയാണ് വരിക, ഇറ്റ് ഈസ് 8.85 ഇൻറ്റു 10⁻⁻12 വരും. ചെയ്ത് കഴിഞ്ഞാൽ 10.47 സംതിങ് ആയിരിക്കും വരിക. അതേ ഇൻറ്റു 10⁻³ ആയിരിക്കും. അത്രയും മീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നുണ്ടായിരിക്കുക, യെസ്, ഏരിയ വരുന്നുണ്ടായിരിക്കുക. സിമ്പിൾ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്, യു ആർ ഗിവൺ കപ്പാസിറ്റേഴ്സ് ഓഫ് 2 microfarad and 3 microfarad. What is the maximum and minimum values of capacitance? Maximum value of capacitance നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക, യെസ്, നമ്മൾ അതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും. ആൻഡ് മിനിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കിട്ടുന്നുണ്ടായിരിക്കുക സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. സോ മാക്സിമം കപ്പാസിറ്റൻസ്, ഈ മാക്സിമം കിട്ടുന്നത് പാരലൽ ആവുമ്പോൾ ദാറ്റ് ഈസ് C1 പ്ലസ് C2 ആണ്. രണ്ട് കപ്പാസിറ്റൻസ് കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് വരിക, 2 + 3 ആണ്. ദാറ്റ് ഈസ് 5 മൈക്രോഫാരഡ് ആയിരിക്കും മാക്സിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് വരിക. ഓക്കെ, യെസ്. ആൻഡ് മിനിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കിട്ടുന്നുണ്ടായിരിക്കുക സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C is equal to 1/C1 plus C2. അതിന് നേരെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ, ദാറ്റ് ഈസ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ചെയ്താൽ മതി. ഓക്കെ, C1 ഉം C2 എത്രയാണ്, 2 into 3 ദാറ്റ് ഈസ് 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 2 + 3 ദാറ്റ് ഈസ് 5 ആയിരിക്കും. സോ 6/5 മൈക്രോഫാരഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ? ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മെയിൻലി 3 ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്. നമുക്കറിയാം ഓംസ് ലോനെ ഒബേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ആൻഡ് അതിന് ഒബേ ചെയ്യാത്തത്, അതിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും, യെസ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ആക്ച്വലി എല്ലാ സമയത്തും ഓംസ് ലോനെ ഒബേ ചെയ്യുന്നത് ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടണം എന്ന് നിർബന്ധമില്ല. അതിൽ ചെറിയ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള 3 കേസസ് ആണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് V സ്റ്റോപ്സ് ടു ബി പ്രൊപ്പോർഷണൽ ടു I. അല്ല, എല്ലാ കേസിലും സെയിം ആവണമെന്നില്ല. നോൺ ഓമിക് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചില വേരിയേഷൻസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് ചേഞ്ചസ് വെൻ വി റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് V അല്ലെ. ഈ സെക്കൻഡ് ഗ്രാഫ് നോക്കി നോക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണു, യെസ്, ഈ ഒരു പോയിന്റിലൊക്കെ ഇത് ഓൾമോസ്റ്റ് പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്നുണ്ട്. V and I പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ആൻഡ് പൊട്ടൻഷ്യൽ ഡയറക്ഷൻ നെഗറ്റീവ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, യെസ്, വോൾട്ടേജും കറണ്ടും തമ്മിലുണ്ടാകുന്ന പ്രൊപ്പോർഷണാലിറ്റിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് ആ പ്രൊപ്പോർഷണാലിറ്റി നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും പിന്നെ വേരിയേഷൻസ് വരിക. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. യെസ്, അതൊരു ലിമിറ്റേഷൻ ആണ്. ആൻഡ് തേർഡ് വണ്ണിൽ എന്താ തന്നിട്ടുള്ളത് നോക്കി നോക്കൂ. അതായത് സെയിം
വാല്യൂ ഓഫ് കറണ്ടിന് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ കിട്ടും. ഇതാണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ. ഇപ്പോൾ 5 ആംപിയർ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഓഫ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 പോയിന്റിൽ നമ്മുടെ ഗ്രാഫിനെ ടച്ച് ചെയ്യണില്ലേ? സപ്പോസ് ഇവിടെ ഒരു 2 വോൾട്ടും ഇവിടെ ഒരു 5 വോൾട്ടും ആണെന്നുണ്ടെങ്കിൽ 2 വോൾട്ടും 5 വോൾട്ടിൽ നമുക്ക് 5 ആംപിയർ തന്നെ കിട്ടുന്നുണ്ട്. അതും ആക്ച്വലി എന്താണ്? ബി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന സംഗതിനെ ഒബേ ചെയ്യാണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അത് എന്തായിരിക്കും? നമ്മുടെ ലിമിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിലും ഡയോഡ്സിലും അലോയ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇതേപോലെ ഉണ്ടാകുന്ന ചേഞ്ചസ്. ട്രാൻസിസ്റ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലൊക്കെ ഇതുപോലെ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മുടെ ഡയോഡ്സിലും നമുക്ക് ഇതുപോലുള്ള ഡിഫറൻസസ് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഓംസ് ലോനെ ഒബേ ചെയ്യാത്തതായിട്ടുള്ള കേസസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ്, ഈ 3 ലിമിറ്റേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 meter has radius of 1 centimeter and is made up of 500 turns. Okay, yes, then it carries a current of 5 ampere. What is the magnitude of magnetic field inside the solenoid? Okay, inside the solenoid നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? ദാറ്റ് ഇസ് B is equal to mu0 Ni ആണ് വരുന്നുണ്ടായിരിക്കുക അല്ലേ? ഓക്കെ, അതിൽ n കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു mu0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4π × 10⁻⁻7 ആണ്. സ്മോൾ എന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ചെയ്യുക. ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 0.5 മീറ്റർ എന്നുള്ളത് തന്നിട്ടുണ്ട്. ദർഫോർ 0.5 ചെയ്യുക. ദാറ്റ് ഈസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, 1000 കിട്ടും അല്ലേ? സോ 1000 ആയിരിക്കും അവിടെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വരുന്നുണ്ടായിരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇൻറ്റു ഇനി എന്ത് വേണം? കറണ്ടും കൂടെ വേണം. കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 5 ആംപിയർ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ റേഡിയസ് വന്നിട്ടുണ്ടല്ലോ, ഇത് എവിടെയാണ് കൊണ്ടിടാന്ന് വിചാരിക്കും. പക്ഷേ അത് നമുക്കിവിടെ ആവശ്യമില്ല. അത് ആവശ്യമില്ല കേട്ടോ. അത് വെറുതെ നമുക്ക് തന്നു മാത്രം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യെസ്. ദെൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് 5 × 4 യെസ് 20 വരും. 20π ദാറ്റ് ഇസ് 2π × 10⁻⁻7 × 10⁻4 വരും അല്ലേ? ദാറ്റ് ഇസ് 10⁻⁻3. 2π × 10⁻⁻3 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന് നേരെ എന്ത് ചെയ്യുക? 2 × 3.14 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6.28 കിട്ടും. അതേ × 10⁻⁻3 ടെസ്ല ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാ, പാരാ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ടതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടേബിൾ ആയിട്ട് മിസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അനലൈസ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി മാഗ്നറ്റൈസർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വീക്ക്ലി മാഗ്നറ്റൈസർ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് മൂവ്സ് ഫ്രം ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒപ്പം നോക്കുക. ഓൾസോ ഇറ്റ് ഇസ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. ആൻഡ് പാരാമാഗ്നറ്റിക്കിലാണെങ്കിലോ ഇറ്റ് ഈസ് ഓൾസോ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ബട്ട് അട്രാക്ഷൻ ആയിരിക്കും ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഇൻ ദ ഡയറക്ഷൻ അല്ലെങ്കിൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ അവിടെ നടക്കുന്ന എന്താണ്? അട്രാക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അവിടെയും സ്ട്രോങ്ലി മാഗ്നറ്റൈസർ ആണ്. സ്ട്രോങ്ലി മാഗ്നറ്റൈസർ ആണ്. ഓൾസോ അട്രാക്ഷൻ ആയിരിക്കും ബിക്കോസ് സെയിം ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് അതിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ടാവുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്കിലും അതുപോലെ ഫെറോ മാഗ്നറ്റിക്കിലും അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓൾസോ ദെർഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നത് എവിടേക്ക് ആയിരിക്കണം? വീക്കർ ടു സ്ട്രോങ്ങർ ആയിരിക്കും. ഡയയിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ chi is നെഗറ്റീവ് ഓർ ഇറ്റ് ഇസ് ലെസ് ദാൻ 0 ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക്. ആൻഡ് പാരാമാഗ്നറ്റിക്കിലാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, ഓൾസോ സ്മോൾ ആയിരിക്കും. ആൻഡ് ഫെറോമാഗ്നറ്റിലാണെങ്കിൽ പോസിറ്റീവ് ആണ്, ലാർജ് ആണ്. ഓക്കെ, യെസ്. ആൻഡ് mu അല്ലെ റിലേറ്റീവ് പെർമിയബിലിറ്റിന്റെ വാല്യൂ ഇസ് ലെസ് ദാൻ 1 ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇൻ ദ കേസ് ഓഫ് പാരാമാഗ്നറ്റിക്. ആൻഡ് ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 അല്ലെ, ഹയർ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം.
ഓക്കെ, ഞാൻ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഡയമാഗ്നറ്റിക് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, വാട്ടർ, അതൊക്കെ എന്തായിരിക്കും ഡയമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് അലുമിനിയം, സോഡിയം, കാൽഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അയൺ, കൊബാൾട്ട്, നിക്കൽ, ഇതെല്ലാം എന്താണ് ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് ദ ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അല്ലെ, നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ ചെയ്യുക, എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുക. ഇൻസൈഡ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ കാണിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, യെസ്. ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ഫീൽഡ് ലൈൻസ് വിച്ച് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഇൻസൈഡ് ദ മെറ്റീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓൾസോ ഭയങ്കര തിക്കായിട്ടല്ല ഉണ്ടാവുക കമ്പയർഡ് ടു ഫെറോമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക്കിലാണെങ്കിൽ ഭയങ്കര ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ അങ്ങനെ ഹൈലി കോൺസെൻട്രേറ്റ് ഇല്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, കമ്പാരിറ്റീവ്ലി ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ നിങ്ങൾ കമ്പാരിസൺ പഠിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി പോകേണ്ടതായിരിക്കും. ഓക്കെ, റെഡി? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ടു സെക്കൻഡറി ഇസ് 1:10. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ടു സെക്കൻഡറി നമുക്ക് തന്നിട്ടുണ്ട് 1:10. ഇപ്പൊ തന്നെ എഴുതി നോക്കിക്കോളൂ. യെസ്, NP/NS ആണ് തന്നിട്ടുള്ളത് കേട്ടോ. പ്രൈമറി ടു സെക്കൻഡറി ആണ് 1:10, ദാറ്റ് ഇസ് 1/10 ആക്കിയിട്ട് എഴുതുന്നു. ഓക്കെ, വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൈമറി വോൾട്ടേജ് ഇസ് 230 വോൾട്ട്. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, VP എഴുതാം, പ്രശ്നമില്ല. VP നിങ്ങൾ എഴുതാം 230 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ആൻഡ് ഇഫ് ദ ലോഡ് കറന്റ് ഇസ് 2 ആംപിയർ. ലോഡ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറിത്തെയാണ് പറയുന്നത്. സോ സെക്കൻഡറി കറന്റ് ദാറ്റ് ഇസ് IS തന്നിട്ടുണ്ട് 2 ആംപിയർ ആണ്. ഓക്കെ, യെസ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കറന്റ് ഇൻ പ്രൈമറി. പ്രൈമറിയിലെ കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് IP ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് VS/VP. VS/VP is equal to IP/IS എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NS/NP is equal to VS/VP എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് NS-ഉം NP-യും IS-ഉം IP-യും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സോ IP കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ചൂസ് ചെയ്താൽ മതി ഇക്വേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ചെയ്യുക NS/NP is equal to IP/IS എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ NP/NS ആണ്. സോ അതിന് നേരെ തിരിച്ചിട്ടാലാണ് NS/NP വരുന്നുണ്ടായിരിക്കുള്ളൂ. സോ നേരെ തിരിച്ചിടുക കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് മിസ്റ്റേക്ക് വരുത്തരുത്. സോ 10/1 ഇറ്റ് ഈസ് ഈക്വൽ ടു IP നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. സോ IP ഡിവൈഡഡ് ബൈ IS ഗിവൺ ആണ്, ദാറ്റ് ഇസ് 2 ആംപിയർ ആണ് അല്ലേ. സോ IP അല്ലേ കണ്ടുപിടിക്കേണ്ടത്? IP is equal to 2 into 10 വരും, ദാറ്റ് ഇസ് 20 ആംപിയർ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഇസ് ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Fe125 ഇഫ് ദാറ്റ് ഓഫ് അലുമിനിയം 227 ഇസ് 3.6 ഫെർമി? ഓക്കെ, ഇവിടെ നമുക്കറിയാം ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴും റേഷ്യോ ആയിട്ട് തന്നെ തരണം എന്നില്ല, ഈ ഒരു ടൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R is equal to R0a⁻1/3 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓൾസോ ഇതിന്റെ 2 ടൈപ്പ് ഓഫ് റേഡിയസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോന്റെ ഇക്വേഷൻ കൂടെ നോക്കി വെക്കുക. ദാറ്റ് ഈസ് R1/R2 is equal to നിങ്ങൾക്കറിയാം R0a1/1/3 ഡിവൈഡഡ് ബൈ R0a2/1/3 ആണ്. R0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലി എന്ത് പറയാം? A1/A2 ഹോൾ റേസ് ടു 1/3 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ഈ റേഷ്യോൻ്റെ ഇക്വേഷൻ വരിക. ഈ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും നോക്കി വയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ R1/R2 ആണ് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഓഫ് Fe ടു അലുമിനിയം അല്ലേ? റേഡിയസ് ഓഫ് Fe ഞാൻ 2ഉം ഇതും മാറ്റിയിട്ട് Feയും അലുമിനിയം ആയിട്ട് എഴുതുകയാണ്. ദാറ്റ് ഈസ് മാസ് നമ്പർ ഓഫ് Fe ടു മാസ് നമ്പർ ഓഫ് അലുമിനിയത്തിൻ്റെ ഹോൾ റേസ് ടു 1/3 ചെയ്താൽ മതി. ഇനി ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. യെസ്, നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? അലുമിനിയത്തിൻ്റെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. സോ RFE ആണ് കണ്ടുപിടിക്കേണ്ടത്. RFE ആണ് കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ അലുമിനിയത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 3.6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു
അയേണിന്റെ മാസ് നമ്പർ എത്രയാ മുകളിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 125 ആണ്. സോ 125 ഡിവൈഡഡ് ബൈ അലുമിനിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 27 ഹോൾ റേസ് ടു 1/3. 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. ദഫോർ 5 വരും മുകളിൽ, ഡിവൈഡഡ് ബൈ 27 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3ന്റെ ക്യൂബാണ്, ഡിവൈഡ് ബൈ 5/3. ഓക്കെ, യെസ്. അപ്പോൾ RFE അല്ലേ കണ്ടുപിടിക്കേണ്ടത്? RFE ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 5 ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 3ൽ നമ്മൾ എന്ത് ചെയ്യുക, 3.6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, അപ്രോക്സിമേറ്റ്ലി നമ്മുടെ വാല്യൂ ഇറ്റ് 6 പെർമി കിട്ടും. 6 പെർമി കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാടാ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും മിസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ടൈപ്പുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചതുമായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.